കഴിഞ്ഞ 3 വർഷത്തിനിടെ ജില്ലയിലെ വിവിധയിടങ്ങളിലുണ്ടായ കാട്ടാന ആക്രമണങ്ങളിൽ പൊലിഞ്ഞത് 18 ജീവനുകളാണ്. കഴിഞ്ഞ ദിവസം കാട്ടിക്കുളം പുളിമൂട് കുന്നിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവാണ് കാട്ടാനക്കലിയുടെ അവസാന തീര. കഴിഞ്ഞ 16 ദിവസത്തിനിടെ മാത്രം 2 പേർക്ക് ജീവൻ നഷ്ടമായി. മെയ് 26-ാം തീയതി മേപ്പാടി കള്ളാടിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ പുത്തുമല കാശ്മീരി സ്വദേശി ജെസ്സി കൊല്ലപ്പെട്ടു. ജെസ്സിയുടെ ഭർത്താവ് ഷാജി തലനാരിഴയ്ക്കാണെന്ന് രക്ഷപ്പെട്ടത്. മാർച്ച് 4-ാം തീയതി ബത്തേരി വടക്കനാട് നടുവീട്ടിൽ രജീവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഓരോ മരണത്തിന് ശേഷവും എന്താണ് സംഭവിക്കുന്നത്? പ്രതിഷേധങ്ങൾ ഉയരുന്നു, ജനം തെരുവിലിറങ്ങുന്നു, മന്ത്രിമാരും MLA-മാരും സന്ദർശിക്കുന്നു, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. പിന്നെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എല്ലാം പഴയപടിയാകുന്നു, അടുത്ത ജീവൻ പൊലിയുന്നതുവരെ. ജനങ്ങളുടെ ഈ പ്രതിഷേധങ്ങളും നിലവിളികളും നഷ്ടപരിഹാരത്തിനായല്ല, സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള അവകാശത്തിനു വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾക്കും നഷ്ടപരിഹാര തുകയ്ക്കും അപ്പുറം വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ അതിന് അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളും വകുപ്പ് ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരുമ്പോൾ നഷ്ടമാകുന്നത് മനുഷ്യരുടെ ജീവനും ജീവിതവുമാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും കാട്ടാനാഭീതി മൂലം സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പലയിടത്തും മതിയായ പ്രതിരോധ സംവിധാനങ്ങളില്ല. വന്യമൃഗഭീതിയില്ലാതെ എന്ന് അന്തിയുറങ്ങാൻ സാധിക്കുമെന്നാണ് വയനാട്ടുകാർ ചോദിക്കുന്നത്. ഇനി എത്ര ജീവനുകൾ നഷ്ടമായാലാണ് ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം ലഭിക്കുക?